കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ അനുബന്ധ പ്രവർത്തനങ്ങൾ വരെ മികച്ച നിലവാരത്തോടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പ്രതിജ്ഞാബദ്ധമായി മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ചുവരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഈ രംഗത്തെ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റിയെടുക്കുന്നതിൽ അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് 6 സ്കൂളുകളാണ് പഞ്ചായത്തിലുള്ളത്. LP UP സ്കൂളുകൾ ഉൾപ്പെടെ 6 സ്കൂളുകളുണ്ടെങ്കിലും 6ഉം ഹൈടെക് ആക്കിക്കൊണ്ട് വരും തലമുറയെ വാർത്തെടുക്കത്തക്ക രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു. പദ്ധതി വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നതും വിദ്യാഭ്യാസ മേഖലയിലേക്കാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിലെ പദ്ധതികൾ പരിശോധിച്ചാൽ വികസന ഫണ്ടിൽ നിന്നും മെയിൻ്റനൻസിന്റെ നോൺ റോഡ് ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. SSA പദ്ധതി വിഹിതം ഏറ്റവും ആദ്യം നമ്മുടെ പഞ്ചായത്താണ് അടയ്ക്കുന്നത്. അത് മാക്സിമം 23 ലക്ഷം രൂപ വരെ കഴിഞ്ഞ വർഷം നമ്മൾ നൽകിയിരുന്നു. അതോടൊപ്പം 20 ലക്ഷം രൂപ ഫർണിച്ചറുകൾ, ലാപ്ടോപ്പുകൾ, ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പാത്രങ്ങൾ, ഇതെല്ലാം നമ്മൾ വികസന ഫണ്ടിൽ നിന്നും മെയിൻ്റനൻസ് റോഡ് ഇതര ഫണ്ടിൽ നിന്നും നമ്മൾ പഞ്ചായത്ത് വക ഇരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ പഞ്ചായത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനം പരിശോധിച്ചാൽ നിർലോഭമായ സഹായമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പൊതു വിദ്യാഭ്യാസ രംഗത്തെ ഉയർത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 6 സർക്കാർ സ്കൂളുകളിലായി 2500-ലധികം കുട്ടികൾ പഠിക്കുന്നു. ഇതോടനുബന്ധിച്ചുള്ള പ്രൈമറി സ്കൂളുകളെ ശിശു സൗഹൃദ പഠന കേന്ദ്രങ്ങളായി വികസിപ്പിച്ചു കഴിഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസം അനായാസമാക്കുവാൻ കളിയിടങ്ങളും കളിക്കോപ്പുകളും ഒരുക്കി പഠനം ഉല്ലാസകരമാക്കുന്നു. മാതൃഭാഷയിലും ഇംഗ്ലീഷിലും ഗണിതത്തിലും കമ്പ്യൂട്ടർ രംഗത്തും കൃത്യമായ അറിവുകൾ നൽകിയാണ് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത്. വിദ്യാലയങ്ങളിൽ മണ്ണഞ്ചേരി പഞ്ചായത്ത് നടപ്പിലാക്കിയ തെളിച്ചം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെ മികവിന്റെ മണ്ണഞ്ചേരി മാതൃകയായി അംഗീകരിക്കുകയുണ്ടായി. നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം സ്കൂൾ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇവിടെ പ്രത്യേക പരിഗണന നൽകി വരുന്നു. ക്ലാസ് റൂമുകൾ എല്ലാം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളായി വികസിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നേറുകയാണ്. ഇവിടേക്ക് ആവശ്യമായ പ്രൊജക്ടറുകളും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പദ്ധതികളിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, മേശ, കസേര എന്നിവയും ബിരുദം മുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം വരെയുള്ള യോഗ്യതയുള്ള കുട്ടികൾക്ക് ലാപ്ടോപ്പ് എന്നിവയും എല്ലാ വർഷവും പദ്ധതിയിൽ ഉൾപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ ST വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ഒരു കൂട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ആ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. കുട്ടികളുടെ വായനാശീലം ഉയർത്തുന്നതിനായി പ്രൈമറി തലം മുതൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നു. കളിയിടം മുതൽ പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആവശ്യമായ ഉപാധികൾ സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചഭക്ഷണ വിതരണം കാര്യക്ഷമതയോടെ നടപ്പാക്കുന്നതോടൊപ്പം അതിനാവശ്യമായ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അവിടെ സ്നേഹപൂർവമായ സേവനം ഉറപ്പാക്കുന്നതിനും മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പഠന വിഷയങ്ങളിലെ മികവ് നിലനിർത്തുന്നതോടൊപ്പം സാമൂഹ്യ പ്രസക്തിയുള്ള സമകാലിക വിഷയങ്ങളിലും ഇവിടെ വിദ്യാർത്ഥികളുടെ ഇടപെടൽ ഉണ്ടാകും. പാഴ്വസ്തുക്കളുടെ പുനരുപയോഗം, ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിനെതിരെയുള്ള നാടൻ പലഹാര പ്രദർശനം, വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പുസ്തക സമാഹരണം തുടങ്ങിയ പഠനേതര പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ജനപ്രതിനിധികളുടെ സഹകരണത്തോടെ കുട്ടികളുടെ യാത്രാസൗകര്യം മെച്ചപ്പെടുത്തുവാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി തമ്പകച്ചുവട്, കാവുങ്കൽ, കലവൂർ എന്നീ സ്കൂളുകളിൽ ബസ് സൗകര്യം ഇതിനോടകം നൽകിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇവിടെ തുടർ വികസന പദ്ധതികൾ പ്രവൃത്തി പഥത്തിലാണ്. ജനസേവന താൽപര്യവും പ്രവർത്തനശേഷിയും ഒന്നിക്കുന്നു. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ പദ്ധതികൾ മികവിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങളെയെല്ലാം മാറ്റിത്തീർക്കും എന്ന് പ്രതീക്ഷിക്കാം.